ഹായ് കൂട്ടുകാരെ, ലിസമ്മ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എളുപ്പത്തിൽ ഒരു വട്ടയപ്പം ഉണ്ടാക്കാം. ഇതേ കുറച്ച് അരിപ്പൊടി, ഇതുണ്ട ഇത്ര അരിപ്പൊടിയിലേക്ക് ഒരു 3 ടീസ്പൂണ് പൊടി എടുത്ത് കപ്പി കാച്ചിയത് ഇതിനകത്ത് ചേർത്തു. അരമുറി തേങ്ങ ചിരണ്ടി ഒരു 5 ഏലക്കായയും തേങ്ങയും കൂടി അരച്ചത് ഇതിനകത്തേക്ക് ചേർക്കാം. പിന്നെ നമ്മൾ എടുക്കണ മാവിനനുസരിച്ച് ഉപ്പ് ചേർക്കാം. മധുരം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ്. പഞ്ചസാര ചേർക്കാം. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ചെത്തുകൾ നമ്മൾ മാവ് ഈ പരുവത്തിൽ നോക്കിയേ, ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ നമ്മൾ കുഴച്ച് വയ്ക്കാം. വെളുപ്പിന് ചുടാൻ നല്ല പാകമായിരിക്കും. മൂടി നമുക്ക് രാവിലെ ചുടാം. ഓക്കെ. വറുത്ത അരിപ്പൊടി കൊണ്ടുള്ള മാവ് നമ്മൾ ഇന്നലെ കലക്കി വെച്ചില്ലേ, അതൊന്ന് തുറന്ന് നോക്കാം. കണ്ട നന്നായിട്ട് മാവ് വീർത്ത് വന്നിട്ടുണ്ട്. മാവ് ഒക്കെ കണ്ട് നന്നായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട്. പാത്രം അടുപ്പത്ത് വെച്ച് ആവി വന്നിട്ട് അതിനകത്തേക്ക് ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. നമ്മളതിൽ കനം കുറച്ച് കോരി വയ്ക്കണതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ നമ്മൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കശുവണ്ടി പരിപ്പോ മുന്തിരിയോ എന്തെങ്കിലും നമുക്ക് ഇടാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഞാൻ 1-2 മുന്തിരിങ്ങ ഇട്ടെന്ന് മാത്രം. ഇനി അപ്പം ഒന്ന് വേകട്ടെ. ഒരു 10-15 മിനിറ്റ് വേണം. ഇത് നമ്മുടെ അപ്പം നന്നായിട്ട് വെന്ത് പാകമായിട്ടുണ്ട്. ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് അടുത്തത് വയ്ക്കാം. റെഡിയായി. നമ്മളിത് കുത്തിയെടുക്കാം. കണ്ട ഇനി നമുക്കിതിൽ നിന്നൊരു കഷ്ണം മുറിച്ച് എങ്ങനെ ഉണ്ടപ്പോൾ നോക്കാം. സോഫ്റ്റ് അപ്പം. നല്ല ടേസ്റ്റ്. അപ്പം ഒരുപാട് ചിലവൊന്നുമില്ല. ഇച്ചിരി വറുത്തപ്പൊടിയും ഇച്ചിരി തേങ്ങയ്ക്കുണ്ടെങ്കിൽ ഇച്ചിരി കള്ളും നമുക്ക് വീട്ടിൽ തന്നെ അപ്പം ഉണ്ടാക്കി കഴിക്കാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്യാം.